നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് യുഡിഎഫിന്റെ ഭാഗമാകാൻ PV അൻവർ നീക്കം തുടങ്ങി. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ യുഡിഎഫ് കൈവിടുമെന്ന ആശങ്കയാണ് ഇതിന് കാരണം. യുഡിഎഫിനോട് സഹകരിക്കാനുള്ള താൽപര്യം വീണ്ടും അറിയിക്കുകയാണ് PV അൻവർ. പ്രതിപക്ഷ നേതാവിനും ഘടകകക്ഷി നേതാക്കൾക്കും കത്ത് നൽകിയത് ഔദ്യോഗികമായി താൽപര്യം അറിയിക്കലാണ്. തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്ത്. ബംഗാളിലെ രാഷ്ട്രീയ പാർട്ടിയാണ് തൃണമൂൽ. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാകും. 2 ദിവസം മുമ്പാണ് PV അൻവർ UDF നേതൃത്വത്തിന് 10 പേജുള്ള കത്ത് കൈമാറിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, K സുധാകരൻ, KC വേണുഗോപാൽ, PK കുഞ്ഞാലിക്കുട്ടി എന്നീ നേതാക്കൾക്കാണ് കത്ത് അയച്ചിരിക്കുന്നത്. ഘടകകക്ഷി നേതാക്കൾക്കും കത്ത് നൽകിയിട്ടുണ്ട്. കത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്നാണ് അൻവർ കരുതുന്നത്. UDF പ്രവേശനം സംബന്ധിച്ച് അൻവർ ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്ത് നൽകട്ടെ എന്ന നിലപാടായിരുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്ക്. ഇപ്പോൾ PV അൻവർ തന്നെ നേരിട്ട് കത്ത് നൽകിയതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് UDF നേതൃത്വം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നീക്കം. എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ചു എന്നത് മുതൽ തൃണമൂലിൽ ചേർന്ന രാഷ്ട്രീയ സാഹചര്യം വരെ അൻവർ കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. താൻ ഉയർത്തുന്ന രാഷ്ട്രീയം തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാനിടയായ സാഹചര്യം, LDFുമായി വിട പറയേണ്ടി വന്ന സാഹചര്യം എന്നിവയും വിശദീകരിക്കുന്ന ദീർഘമായ കത്താണ് അൻവർ നേതൃത്വത്തിന് കൈമാറിയത്. MLA പദവി ഒഴിഞ്ഞ PV അൻവർ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് ഇനി മത്സരിക്കാനില്ലെന്ന് അറിയിച്ചിരുന്നു. മറിച്ച് UDF നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് നിരുപാധികമായ പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അൻവറിനെ അവഗണിക്കുന്നത് ഗുണകരമല്ലെന്നും പിന്തുണ അനിവാര്യമാണെന്നും കോൺഗ്രസിനുള്ളിൽ പലതരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. VD സതീശനെതിരായ ആരോപണങ്ങളിൽ അൻവർ മാപ്പ് പറഞ്ഞതോടെ ഇക്കാര്യത്തിൽ VD സതീശന്റെ നിലപാട് എന്താകുമെന്നും നിർണായകമാണ്. നിലവിൽ KPCC പ്രസിഡന്റ് K സുധാകരന്റെ നിലപാടും അൻവറിന് അനുകൂലമാണ്. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും അൻവറിനെ അനുകൂലിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ആകപ്പാടെ കൈവിടില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് അൻവർ മുന്നോട്ടു പോകുന്നത്. VD സതീശന്റെ നിലപാടൊക്കെ ഇതിൽ നിർണായകമായി തീരുന്ന മറ്റൊരു ഘടകം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ കത്ത് നൽകിയെന്ന വാർത്തയാണ് പുറത്തു വന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ UDF കൈവിടുമെന്ന ആശങ്കയാണ് അൻവറിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ അൻവർ കത്ത് നൽകിയിരിക്കുന്നത്.